പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 109 സങ്കീർത്തനം 1 വാക്യം. എൻ്റെ പുകഴ്ചയായ ദൈവമേ, മൗനമായിരിക്കരുതേ, ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ, ആമേൻ. ദൈവമേ, മിണ്ടാതിരിക്കരുതേ എന്ന്. ഇവിടെ 109 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് താൻ പാടിയ ഒരു പാട്ടാണ്, ഒരു സങ്കീർത്തനമാണ്. അതുകൊണ്ടാണ് എൻ്റെ പുകഴ്ചയായ ദൈവമേ, നീ മൗനമായിരിക്കരുതേ. ഞാനിന്ന് ഈ കടൽപ്പുറത്ത് ഈ പ്രാർത്ഥനയും ദൈവവചനമൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ രാത്രി മുതൽ ഈ കടൽ വല്ലാതെ ഇളകി വലിയ തിരമാലകൾ കൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കടലിൽ നിന്ന് വലിയ തിരമാലകൾ കയറി വരുന്നത്. ചിലപ്പം തിരമാലകൾ കയറി വന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വരെയും വെള്ളം വരുന്നുണ്ടെങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ തിരമാലകൾ അടിച്ചുയർന്ന് കയറി വന്നാലും എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ വചനം ഞാൻ പറയുമ്പോൾ എൻ്റെ ദൈവം മൗനമായിരിക്കുന്നവനല്ല, മിണ്ടാതെ ഇരിക്കുന്നവനല്ല, നിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി തരുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ജോർജ് രാജാവ് ഒരു കവിത എഴുതി. ആ കവിതയിൽ ഒരു മനുഷ്യൻ ഇരുട്ട് നിറഞ്ഞ ഗുഹയ്ക്കകത്ത് ജോലി ചെയ്യുക. അതിലൊരുപാട് വിഷജന്തുക്കളും ദുഷ്ടമൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ജോലിക്കാരനോട് ഒരു വിളക്ക് നൽകുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, വലിയ ഗുഹയാണ്, ഇരുളാണ്, അതിനകത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ആ ജോലി ചെയ്യുമ്പം തന്നെ ജോലിക്കാക്കിയ ആ വ്യക്തിയോട് ചോദിച്ചു, ഞാൻ ഗുഹയിലാണ്, ഒരുപാട് വിഷജന്തുക്കളുണ്ട്, മൃഗങ്ങളൊക്കെ കാണും, അതുകൊണ്ട് എനിക്ക് വിളക്ക് വെട്ടം തരാമെങ്കിൽ ഞാൻ ആ വിളക്ക് വെട്ടത്ത് ആ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് വിളക്ക് കിട്ടിയില്ല. ആ ജോലിക്കാരൻ എന്ത് ചെയ്തു? നീ ക്ഷമയോടുകൂടി കർത്താവിൻ്റെ കൈകളിൽ പിടിച്ചുകൊള്ളുക, അത് ലോകപരമായുള്ള ഏത് വിളക്കിനേക്കാളും അധികം വെളിച്ചം നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ കാരാഗ്രഹത്തിൽ ഈ ഗുഹയ്ക്കകത്ത് ജോലി ചെയ്യുന്ന പുള്ളിയോട് പറയുക, നീ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചു. ഞാൻ തരുന്ന വിളക്കിന് പരിമിതികളുണ്ട്, വെട്ടത്തിന് പരിമിതികളുണ്ട്, നീ കർത്താവിൻ്റെ കരത്തിലാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ആ ലോകം തരുന്ന വെളിച്ചത്തേക്കാൾ വലിയ വെളിച്ചമാണ് ഈ വിളക്ക് തരുന്ന വെളിച്ചത്തേക്കാൾ വലിയ വെളിച്ചമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ വചനമൊക്കെ വായിക്കും, നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ് കേട്ടോ, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ, ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. ആ നീതിമാൻ എന്തുകൊണ്ട് ഹല്ലേലൂയ ആ കഷ്ടതയിൽ ചെന്നു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം നമ്മെ ഓരോ പാതയിലൂടെയൊക്കെ കടത്തിവിടും. ദൈവം നമ്മെ ഓരോ പാതയിലൂടെ കടത്തിവിടുന്നത് അത് നമ്മെ ദോഷത്തിനായിട്ടല്ല, ദൈവം നമ്മെ പൊന്നുപോലെ ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മനുഷ്യനെ ഗുഹയിലൂടെ കടത്തിവിട്ട് ജോലി ചെയ്യിപ്പിച്ചതും ഈ ദുഷ്ടവിഷാണുക്കളും ജന്തുക്കളും മൃഗങ്ങളുമൊക്കെയുള്ള ആ ഗുഹയിലൊരു വെളിച്ചം പോലും ഇല്ലാതെ കടത്തിവിട്ടതിൻ്റെ കാരണം തന്നെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം അദ്ദേഹത്തെ അങ്ങനെ അയച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മളും അങ്ങനെയുള്ള ചില പാതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വലം കൈ കർത്താവിൻ്റെ കരങ്ങളിലാണെങ്കിൽ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുവിലാണെങ്കിൽ, നിന്നെ ഒരു ദുഷ്ടജന്തുക്കളും വിഷാണുക്കളും ഒരു കോരമൃഗങ്ങളും നശിപ്പിക്കാത്ത വിധത്തിൽ ദൈവം നിന്നെ കാക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവ് ഒരിക്കലും മിണ്ടാതിരിക്കുന്നവനല്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും മിണ്ടാതിരിക്കുന്നവനല്ല. നമ്മുടെയൊക്കെ ചെയ്യുന്ന നമ്മുടെ കർത്താവ് മൗനമായിരിക്കുകയെന്നാണ്. പക്ഷെ നമ്മുടെ കർത്താവ് ഒരിക്കലും മൗനമായിരിക്കുന്നവനല്ല. അവൻ സദാസമയം നിനക്ക് വേണ്ടി ഉറങ്ങാതെ മയങ്ങാതെ നിന്നെ കാത്തുകൊണ്ടിരിക്കുന്നവനാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദുഷ്ട മൃഗങ്ങളോ ദുഷ്ടവിഷാണുക്കളോ ഘോരന്മാരായിരിക്കുന്ന മനുഷ്യരോ നിനക്ക് നേരെ കടന്നു വരുന്ന ശത്രു സൈന്യമോ സാത്താനോ അത് ഏത് മേഖലയിൽ നിന്ന് കടന്നു വന്നാലും അവയുടെ കയ്യിൽ നിന്നിനെ കാത്തു പരിപാലിക്കുവാൻ ശക്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കുടുംബത്തിനകത്ത് പ്രശ്നമായിരിക്കാം, സഹോദരന്മാർ പ്രശ്നമായിരിക്കാം, നിൻ്റെ ജീവിതത്തിൽ നിന്നെ തളർത്തുന്ന അനവധി പ്രതിസന്ധികളോടായിരിക്കും നീ കടന്നു പോകുന്നത്. നിൻ്റെക്ക് അല്ലെങ്കിൽ നിൻ്റെ അധ്വാനം ഒരുപക്ഷേ നീ ഭവനത്തിന് വേണ്ടി മുഴുവൻ ചെലവഴിച്ചിട്ട് അവസാനം നീ ഒന്നുമില്ലാത്തവളായി കണ്ണുനീരിൻ്റെ നടിയിലൂടെ നീ കടന്നു പോയേക്കാം. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെയൊന്നും ഭാരപ്പെടരുത്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ,
നമ്മുടെ ദൈവം മൗനമായിരിക്കുന്നവനല്ല, മിണ്ടാതിരിക്കുന്നവനല്ല. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പം ഇന്നും ഞാൻ പറഞ്ഞല്ലോ, വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഓരോ ദിവസവും എന്തുമാത്രം ജനത്തിൻ്റെ കഷ്ടതയും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളുമാണ് കേൾക്കുന്നത്. എന്തുമാത്രം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെല്ലാം വിഷയങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. ഞാൻ പോലും ഭയപ്പെട്ടു പോകുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഓരോരുത്തരും എന്നോട് പങ്കുവെക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറയും, എൻ്റെ പുകഴ്ചയായ ദൈവമേ, ദൈവം മൗനമായിരിക്കരുതേ. ഞാൻ സ്തുതിക്കും, ദൈവമേ മിണ്ടാതിരിക്കരുതേ. ഈ ജനത്തിൻ്റെ ഭയത്തെ മാറ്റി, അവരുടെ സങ്കടങ്ങളെ മാറ്റി, അവരുടെ ദുഃഖങ്ങളെ മാറ്റി അവർക്കൊരാശ്വാസം കൊടുക്കണമേ. അവർ കടന്നുപോയ ഘോരമായ അനുഭവത്തിൻ്റെ നടുവിൽ അവരെ കാത്തുകൊള്ളണമെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതൊക്കെ ദൈവത്തെ നല്ലതാണ്. ഞാൻ പറയട്ടെ, നമ്മളും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും കളിയാക്കുന്നവരും ഒക്കെയുണ്ട്. ചിലരൊക്കെ വിളിക്കും മണ്ട മണ്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഞാൻ മണ്ടനായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാം നല്ലവരും ബുദ്ധിയുള്ളവരും കേമന്മാരും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും നിങ്ങളൊക്കെ വലിയ വലിയ കുടുംബത്തിലുള്ളവരൊക്കെ ആയതുകൊണ്ട് ആമീൻ, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് വേണ്ടി, പ്രയാസങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെപ്പോലെയുള്ള മണ്ടന്മാർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നീയും നിൻ്റെ കുടുംബവും രാജ്യവും രാഷ്ട്രങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം പരിഹാസ വാക്കുകളാണ് കേൾക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കി, എന്നെയൊക്കെ എന്തും മാത്രം പരിഹാസമാണ് പറയുന്നത്. പക്ഷേ എനിക്കതിനകത്ത് പരാതികളൊന്നുമില്ല കേട്ടോ, പരിഭവങ്ങളൊന്നുമില്ല. കാരണം ഞാൻ അറിഞ്ഞൊരു ദൈവമുണ്ട്, ഞാൻ കടന്നുപോയ കഷ്ടതയുണ്ട്. അവിടെ മൗനമായിരിക്കാതെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെപ്പോലെ കഷ്ടം സഹിച്ചിട്ടുള്ള അനവധി ആളുകൾ സഹിക്കുന്നവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതെൻ്റെ ഒരു കടമയാണ്. അതിന് ഞാൻ അല്ലില്ല, ഒന്നും മേടിച്ചുകൊണ്ടല്ല, ഒന്നും ചോദിച്ചുകൊണ്ടല്ല, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടോ പ്രതിഫലം ആരോടും ചോദിച്ചുകൊണ്ടോ ഒന്നും അല്ല ഇത് ചെയ്യുന്നത്. ഞാൻ അനുഭവിച്ച കഷ്ടതയിൽ എന്നെ പുറത്ത് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ യേശു കർത്താവാണ്. അതുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പലപ്പോഴും മണ്ടനായിക്കൊണ്ട് ഈ വെയിലും കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നോട് പലരും പറയും, എന്തിനാണ് പാസ്റ്റേ ഈ കടൽക്കരയിൽ പോയി വെയിൽ കൊള്ളുന്നത്? ഞാൻ പറയും, കടൽക്കരയിൽ പോയി വെയിൽ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ഭവനത്തിൽ ഇത്രയും ഒച്ചയിലും ശബ്ദത്തിലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇവിടെയാവുമ്പോൾ മറ്റ് ശല്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാം. വേദനപ്പെടുന്ന അനവധി ആളുകളുണ്ടെന്ന് ഞാൻ പറയും. അതേ പ്രിയരെ, നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഇയ്യോബിൻ്റെ പുസ്തകം 23-ാമത്തെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇയ്യോബ് ഇരുട്ടിലൂടെ കടന്നു ചെല്ലുന്നൊരു സമയമുണ്ട്. അവൻ കിഴക്കോട്ട് നോക്കി, അവൻ പടിഞ്ഞാറോട്ട് നോക്കി, വടക്കോട്ട് നോക്കി, അവൻ തെക്കോട്ട് നോക്കി. ഹല്ലേലൂയ. അവനൊന്നും കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഇയ്യോബ് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയ സന്ദർഭങ്ങൾ. അങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയ ആ ഭക്തൻ ആമേൻ ദൈവസനി മൗനമായിരിക്കാതെ ഭക്തൻ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യോബ് ഒരു ദിവസം പ്രാർത്ഥിച്ചു കാണാൻ, എൻ്റെ പുകഴ്ചയായ ദൈവമേ മൗനമായിരിക്കരുത് യോബും പറഞ്ഞു കാണും. അത് നമ്മുടെ സർവ്വശക്തൻ കേട്ടു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന കഷ്ടതയിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം മൗനമായിരിക്കാതെ നിന്നെ വിടുവിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിൻ്റെ ഭവനത്തിനകത്തൊരു വലിയ വിടുതൽ നടക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, ലോകവും പാടെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ തീനാളത്തിലൂടെ കടന്നു പോകുന്ന, ഇരുമ്പുലിലൂടെ കടന്നു പോകുന്ന ജനത്തിനൊരു ആശ്വാസം വിടലും കൊടുത്ത് അവരെ സ്വതന്ത്രമാക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.